സ്ട്രെസ് ഹെഡേക്ക് നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള രീതികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബേസിക്കലി നമ്മൾ ഒരു പരിധിക്കുള്ളിൽ സമ്മർദ്ദം അനുഭവിക്കാതിരിക്കുക. അപ്പോഴേക്കും നമുക്ക് ഈ സ്ട്രെസ് ഹെഡേക്ക് വരാനുള്ള സാധ്യത ഒത്തിരി കുറയ്ക്കാൻ പറ്റും. മൈഗ്രെയിൻ പ്രിവെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ പല ട്രിഗേഴ്സ് ഉണ്ട്. ആ ട്രിഗേഴ്സിനെ കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്ത് അതിനെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിനകത്തുള്ള വളരെ കോമൺ ആയിട്ടുള്ള ട്രിഗേഴ്സ് എന്ന് വെച്ചാൽ സ്ലീപ്പ് ഡിപ്രിവേഷൻ അല്ലെങ്കിൽ ഓർക്കമില്ലായ്മ, പിന്നെ കറക്റ്റ് ടൈമിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക. ഈ 3 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ മറ്റ് ട്രിഗേഴ്സ് ഉണ്ട്, അതായത് വെയിലടിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക സൗണ്ട് കേൾക്കുമ്പോൾ നമ്മുടെ എന്തെങ്കിലും പ്രത്യേക സ്മെല്ല്, പെർഫ്യൂമിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്മെല്ല് അടിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരാം. നമ്മൾ ഒരുപാട് യാത്ര ചെയ്യുമ്പോഴൊക്കെ നമുക്ക് വേണമെങ്കിൽ മൈഗ്രെയിൻ പ്രിസ്ക്രൈബ് ചെയ്യാം. എന്തെങ്കിലും ട്രിഗേഴ്സ് കാണും. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ചിലതരം ഫുഡ്, സ്പൈസി ഫുഡ് കഴിക്കുന്നവർക്ക് വരാം. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ചോക്ലേറ്റ് കഴിക്കുമ്പോൾ മൈഗ്രെയിൻ വരാം. ചില ആൾക്കാർക്ക് ചോക്ലേറ്റ് കഴിക്കുമ്പോൾ മൈഗ്രെയിൻ കുറയാം. മനസ്സിലായില്ലേ? അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ട്രിഗേഴ്സ് ആണ്. അപ്പോൾ ഈ ട്രിഗേഴ്സിനെ നമ്മൾ കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്ത് അതിനെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കണം. ഇതാണ് സ്ട്രെസ് ഹെഡേക്കും മൈഗ്രെയിൻ തമ്മിലുള്ള വ്യത്യാസം. ഈ 2 തലവേദനകളും പേടിക്കാനുള്ള ഒരു തലവേദനകളല്ല. പക്ഷെ കറക്റ്റായിട്ട് അതിനെ ഐഡന്റിഫൈ ചെയ്ത് അതിനെ വേണ്ട രീതിയിൽ അതിനെ കൈകാര്യം ചെയ്താൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് അതിനെ മുന്നോട്ട് പോകാൻ സാധിക്കും. താങ്ക് യു.